Hello, dear friends. Welcome to my channel English Excellence with Jobin Joseph. പ്രിയ കൂട്ടുകാരെ, വിവിധ തരത്തിലുള്ള മത്സര പരീക്ഷകൾ, കേറ്ററ്റ് പരീക്ഷകളായിക്കോട്ടെ, അതുപോലെ സെറ്റ് നെറ്റ് പരീക്ഷകൾ, അതുപോലെ വിവിധ അക്കാഡമിക് പരീക്ഷകൾ, PSC പരീക്ഷകൾ, വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകൾ എന്നിവയിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജനറൽ ഇംഗ്ലീഷ് എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഈ ഗ്രാമർ സെക്ഷനിലൊന്നും വലിയ അറിവ് ഇല്ലാത്ത കാരണം നമുക്ക് പലപ്പോഴും മാർക്കുകളൊക്കെ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഇനി മാർക്കുകളൊന്നും നഷ്ടപ്പെടാതെ ഇരിക്കുവാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുവാൻ ഇതുപോലുള്ള കുറച്ച് വീഡിയോകളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മേഖല ക്വസ്റ്റ്യൻ ടാഗാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കുവാനുള്ള എല്ലാ ഐഡിയയും എല്ലാ ടിപ്സും ഇതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ക്വസ്റ്റ്യൻ ടാഗ്? എന്താണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ പ്ലേസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ടു കൺഫേം ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ ഷോർട്ട് ക്വസ്റ്റ്യൻ, ഒരു ചെറിയ ചോദ്യമാണ്. ഇനി എവിടെയാണ് ഇത് പ്ലേസ് ചെയ്യുക? പ്ലേസ് അറ്റ് ദി എൻഡ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വാചകത്തിൻ്റെ അവസാന ഭാഗത്ത് ചേർക്കുന്നതാണ് എന്ത് ക്വസ്റ്റ്യൻ ടാഗ്. എന്തിനു വേണ്ടിയാണ് ചേർക്കുക? ടു കൺഫേം ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്. നമ്മൾ പറഞ്ഞ വാചകം ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ വാചകത്തിൻ്റെ അവസാനം ചേർക്കുന്ന ഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുക. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ ടാഗ്സ് ആർ ഫോം വിത്ത് ആൻ ഓക്സിലറി വേർബ് ആൻഡ് ദി അപ്രോപ്രിയേറ്റ് പേഴ്സണൽ പ്രൊനൗൺ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടാഗിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, ഉറപ്പായിട്ടും അതിലൊരു ഓക്സിലറി വെർബ് ഉണ്ട്, ഒരു സഹായക്രിയ ഉണ്ടാവും. അതുപോലെ തന്നെ അതിനോട് ചേർന്നൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള യോജിച്ച തരത്തിലുള്ള ഒരു പേഴ്സണൽ പ്രൊനൗൺ, സർവനാമവും ഉണ്ടായിരിക്കും. ഇനി നമുക്കതിൻ്റെ ഒരു ഘടന നോക്കാം. സ്ട്രക്ചർ ഓഫ് ക്വസ്റ്റ്യൻ ടാഗ് ഈസ് ഓക്സിലറി വെർബ് പ്ലസ് പ്രൊനൗൺ ഓഫ് ദ സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഇവിടെ ആദ്യം ക്വസ്റ്റ്യൻ ടാഗിൽ വേണ്ടത് ഓക്സിലറി വെർബാണ്, ഒരു സഹായക്രിയ. ഏതാണോ അവിടെ ആ ഒരു വാചകത്തിന് അനുയോജ്യമായിട്ടുള്ള ഓക്സിലറി വെർബ് ഏതാണോ അത് ചേർക്കുക. ദെൻ അത് കഴിഞ്ഞ് എന്ത് ചേർക്കണം? പ്രൊനൗൺ ഓഫ് ദ സബ്ജക്റ്റ്. സബ്ജക്റ്റ് അവിടെ കർത്താവായിട്ട് വന്നിരിക്കുന്ന ആ കാര്യത്തിന് ഏതാണോ അനുരൂപമായിട്ടുള്ള സർവനാമം അതവിടെ ചേർക്കുക. അതിൻ്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ചേർക്കുക. ഇവിടെ ഒരു ഉദാഹരണം നോക്കാം. ഇറ്റ് ഈസ് വെരി ഹോട്ട്. അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്ന അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് നോക്കിക്കേ, ഈസിൻറ്റ് ഇറ്റ്. അതായത് പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ തിയറി കാര്യങ്ങളൊക്കെ നമ്മളിനി മുന്നോട്ട് പഠിക്കുന്നുണ്ട് വിശദമായിട്ട്. അപ്പോൾ ഈ ഒരു ഉദാഹരണം നോക്കുക. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും, അതിൻ്റെ അവസാന ഭാഗത്ത് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നുറപ്പിക്കാൻ വേണ്ടി ചേർക്കുന്ന ചെറിയ ഒരു ചോദ്യമാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുക. ക്വസ്റ്റ്യൻ ടാഗുകൾ ഫോം ചെയ്യുമ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, കുറച്ച് നിയമങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഓരോ നിയമങ്ങളും നമ്മളിവിടെ വിശദമായിട്ട് നോക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന ആ ഒരു നിയമം, പ്ലേസ് എ കോമ ആഫ്റ്റർ ദ മെയിൻ സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ കണ്ടു, ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒരു ക്വസ്റ്റ്യൻ ടാഗും ചേരുന്ന ഒരു വാചകം. അതിൻ്റെ ആദ്യ ഭാഗം ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ടാമത്തെ ഭാഗത്തിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് നിശ്ചയിക്കുന്ന ഒരു ചോദ്യവും കൂടി ഉൾപ്പെടുന്നു. അപ്പോൾ ഇതിനെ രണ്ടിനെയും വേർതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സെൻറ്റൻസിന് ശേഷം നമ്മളൊരു കോമ ഇടണം. നോക്കൂ, ഇവിടെ എക്സാമ്പിൾ നോക്കൂ. ടോം റീഡ്സ് എ സ്റ്റോറി. അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി അതിനുശേഷം അതിനെ ക്വസ്റ്റ്യൻ ടാഗിനെയും വേർതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ കോമ ചേർത്തിരിക്കുന്നു. ദെൻ അവിടെ എന്താണ്, പിന്നെ അത് ശരിയാണോ, ടോം ഒരു കഥ വായിക്കുകയാണോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഡസിൻ ഹി. ഇനി രണ്ടാമത്തെ വാചകം നോക്കൂ. ഷീ ഈസ് കമ്മിങ്. ഇസിൻ ഷീ. അവള് വന്നുകൊണ്ടിരിക്കുകയാണോ? ഇറ്റ്സ് ഗുഡ്. അത് വളരെ നല്ലതാണോ എന്നാണ് ചോദിക്കുന്നത്. ഇനി ലെറ്റ്സ് ടേക്ക് ദ നെക്സ്റ്റ് ബസ്. ഷാൽ വി? നമുക്ക് അടുത്ത ബസ്സിന് പോയാലോ എന്നാണ് അവിടെ ചോദിക്കുക. അപ്പോൾ നോക്കൂ, ഈ വാചകങ്ങളിലൊക്കെ ആദ്യത്തെ സെൻറ്റൻസിന് ശേഷം എന്ത് ചേർക്കണം? ക്വസ്റ്റ്യൻ ടാഗിന് മുമ്പൊരു
കോമ ചേർക്കണം. റൂൾ 2 എന്താണ്? രണ്ടാമത്തെ നിയമം നിങ്ങൾ ശ്രദ്ധിക്കണം. The question tag should start with a small letter and end with a question mark. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻ ടാഗ് തുടങ്ങുന്ന ഓക്സിലറി വെർബ് സ്മോൾ ലെറ്ററിൽ ആരംഭിക്കണം. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ ടാഗ് അവസാനിക്കുമ്പം നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചേർത്തിരിക്കണം? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ചേർത്തിരിക്കണം. നോക്കൂ ഇവിടുത്തെ ഉദാഹരണങ്ങൾ. ജോൺ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ക്യാൻ ഹി ഉണ്ടോ? അവിടെ ക്യാൻ എന്ന് പറയുന്ന ആ ഓക്സിലറി വെർബ് ആരംഭിച്ചിരിക്കുന്നത് ഒരു ചെറിയ അക്ഷരത്തിലാണ്. അപ്പോൾ ഓർക്കുക, ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ആദ്യ ഭാഗം എപ്പോഴും ചെറിയ അക്ഷരത്തിൽ സ്മോൾ ലെറ്ററിൽ ആരംഭിക്കണം. അതുപോലെ അത് അവസാനിക്കുമ്പോൾ അവിടെ ഒരു ചോദ്യചിഹ്നവും ചേർക്കണം. They went to the cinema, didn't they? You don't like coffee, do you? They aren't ready, are they? ഈ വാചകങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കണം. ഇവിടെ തന്നിരിക്കുന്ന റൂൾ ഇതാണ്. എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് ആരംഭിക്കുമ്പോൾ ഓക്സിലറി വെർബ് എപ്പോഴും എങ്ങനെ തുടങ്ങണം? ചെറിയ അക്ഷരത്തിൽ തുടങ്ങണം. അതുപോലെ സ്മോൾ ലെറ്ററിൽ ആരംഭിക്കണം. അതുപോലെ ക്വസ്റ്റ്യൻ ടാഗ് അവസാനിക്കുമ്പോൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഉൾപ്പെടുത്തണം. റൂൾ 3 എന്താണ്? മൂന്നാമത്തെ ഒരു നിയമം നമുക്ക് നോക്കാം. The tense of the main sentence and the question tag must be the same. അതായത് തന്നിരിക്കുന്ന സെൻറ്റൻസിലെയും ക്വസ്റ്റ്യൻ ടാഗിലെയും ടെൻസ് ഒന്നായിരിക്കണം. അതാണ് റൂൾ. രണ്ടിടത്തും രണ്ട് തരത്തിലുള്ള ടെൻസ് ഉപയോഗിക്കാൻ പാടില്ല. ഒരിടത്ത് പ്രസൻറ്റ്, ഒരിടത്ത് പാസ്റ്റ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഒരിടത്ത് പ്രസൻറ്റും ഒരിടത്ത് ഫ്യൂച്ചറും ഉപയോഗിക്കാൻ പാടില്ല. എന്താണോ വാചകത്തിൽ തന്നിരിക്കുന്ന ആ ടെൻസ് ഫോം അത് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിലും നിലനിർത്തണം. ഇവിടെ നോക്കൂ, ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഉദാഹരണം. യു ആർ കമ്മിങ്. നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ചോദ്യം നോക്കിക്കേ, ആറിൻറ്റ് യു? നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, യു ആർ കമ്മിങ്, ഇവിടെ ആർ അല്ലെങ്കിൽ ആ ഒരു വാചകം സൂചിപ്പിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ആ ഒരു വാചകം, ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുക. ഞാൻ പറയുമ്പോഴും ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആഴാണ് ചേർത്ത്. അതുകൊണ്ട് തന്നെ ആ സെയിം ടെൻസ് പാറ്റേൺ തന്നെയായിരിക്കണം എവിടെ ഫോളോ ചെയ്യേണ്ടതും? ആ ക്വസ്റ്റ്യൻ ടാഗിൽ. നോക്കൂ, ആറിൻറ്റ് യു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ നെഗറ്റീവ് ഫോം വന്നിരിക്കുന്നത്, ആറിൻറ്റ് എന്ന് വന്നിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് കൂടുതൽ വിശദീകരണം നൽകാം. ഇനി നോക്കൂ രണ്ടാമത്തെ ഉദാഹരണം. ഹി വെൻറ്റ് ടു ദ മീറ്റിംഗ്. ഹി വെൻറ്റ്, ആ വെൻറ്റ് എന്നുള്ളത് ആ ഒരു വെർബാണ് ഇവിടുത്തെ ടെൻസിനെ നിശ്ചയിക്കുക. വെൻറ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസാണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. പോയി എന്നുള്ള അർത്ഥമാണ് അവിടെ കിട്ടുക. അപ്പോൾ നോക്കൂ, അതുകൊണ്ടാണ് അവിടെ എന്തുപയോഗിച്ചിരിക്കുക? ആ പാസ്റ്റ് ഫോമിലുള്ള ഓക്സിലറി വെർബ് ഉപയോഗിച്ചിരിക്കുക. ഏത്? ഡിഡിൻറ്റ് ഹി എന്ന് ഉപയോഗിച്ചിരിക്കുക. ഇനി മൂന്നാമത്തെ ഉദാഹരണം നോക്കൂ. വി ഹാവ് മെറ്റ് ബിഫോർ. അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ആ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള അതേ ഓക്സിലറി വെർബ് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിലും നിലനിർത്തുന്നു. ഹാവിൻറ്റ് വി. ദെൻ യു വിൽ ഹെൽപ്പ് മീ. അവിടുത്തെ ചോദ്യം നോക്കിക്കേ, വോണ്ട് യു. അതായത് വിൽ യു എന്നല്ല നമ്മൾ ചോദിക്കുക. വില്ലിൻറ്റ് യു എന്നൊരു സംഭവമില്ല. പകരം വോണ്ട് യു എന്നാണ് ഉപയോഗിക്കുക. അത് ഒന്ന് ഓർത്തിരിക്കുക. അപ്പം തന്നിരിക്കുന്ന സെൻറ്റൻസിലെയും ക്വസ്റ്റ്യൻ ടാഗിലെയും ടെൻസ് ഒന്നായിരിക്കണമെന്നാണ് മൂന്നാമത്തെ നിയമം. റൂൾ നമ്പർ 4. If the main sentence is positive, the question tag must be negative. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ്, ആ വാചകം ഒരു പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ക്വസ്റ്റ്യൻ ടാഗിനെ നെഗറ്റീവ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ആ തന്നിരിക്കുന്ന സഹായക്രിയ അല്ലെങ്കിൽ ഓക്സിലറി വെർബിനോടൊപ്പം നോട്ട്, അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഇൻറ്റ് എന്ന് പറഞ്ഞിരിക്കുക, അത് ചേർക്കണം.
നോക്കൂ, ഇവിടുത്തെ ആദ്യത്തെ വാചകം യു ക്യാൻ സ്വിം, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അല്ലേ. നിനക്ക് നീന്താൻ കഴിയും. അല്ലെ, നിനക്ക് നീന്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവായിപ്പോയി. അപ്പം നോക്കൂ, പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, നിനക്ക് നീന്താൻ കഴിയും. അപ്പോൾ അതിൻ്റെ ചോദ്യം എപ്പോഴും എങ്ങനെയായിരിക്കണം? നെഗറ്റീവ് ഫോമിലായിരിക്കണം ചെയ്യേണ്ടത്. ക്യാൻറ്റ് യു. അപ്പോൾ അവിടുത്തെ ഓക്സിലറി വെർബ് ഏതാണ്? ക്യാൻ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒരു കുറേ അധികം നേരമായിട്ട് ഞാൻ ഈ ഓക്സിലറി വെർബുകൾ എന്ന് പറയുന്നുണ്ട്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും, എന്താണ് ഈ ഓക്സിലറി വെർബുകൾ. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് പറയാം. ആദ്യം ഡു ഫോംസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന 3 എണ്ണം. അതായത് ഡു, ഡസ്, ഡിഡ്. അതിൽ ഡൂവും ഡസും പ്രസൻറ്റ് ഫോമും ഡിഡ് പാസ്റ്റ് ഫോമിലുമാണ് ഉപയോഗിക്കുക. ഇനി രണ്ടാമത്തെ ഫോം ബി ഫോംസ്. അവിടെ പ്രധാനമായിട്ടും 5 കാര്യങ്ങളുണ്ട്. ഈസ്, ആം, ആർ, വാസ്, വെയർ. അതിൽ ഈസ്, ആം, ആർ പ്രസൻറ്റ് ടെൻസിലും വാസ്, വെയർ പാസ്റ്റ് ടെൻസിലുമാണ് ഉപയോഗിക്കുക. ദെൻ ഹാവ് ഫോംസ്. ഹാവ് ഫോംസിൽ 3 കാര്യങ്ങളുണ്ട്. ഹാസ്, ഹാവ്, ഹാഡ്. ഇതിൽ ഹാസും ഹാവും പ്രസൻറ്റ് ടെൻസിലും അതുപോലെ തന്നെ ഹാഡ് പാസ്റ്റ് ടെൻസിലുമാണ് ഉപയോഗിക്കുക. ഇനി അതുപോലെ തന്നെ മറ്റ് ഓക്സിലറി വെബ്സ് ആണ് വിൽ, ഷാൽ എന്നൊക്കെയുള്ളത്. അപ്പോൾ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ്. അതുപോലെ ഷാൽ എന്നതിൻ്റെ പാസ്റ്റ് ഫ്യൂച്ചർ ടെൻസിൻ്റെ അതിൻ്റെ ആ ഒരു പാസ്റ്റ് ഫോമാണ് എന്ത്? ഷുഡ് എന്ന് പറയുക. ഇനി ക്യാൻ. ക്യാൻ്റെ പാസ്റ്റ് ഫോമാണ് കുഡ്. അപ്പോൾ ക്യാനുണ്ട്, കുഡുണ്ട്. ദെൻ മേ, അതിനകത്ത് മൈറ്റ് ഉണ്ട്, മസ്റ്റ് ഉണ്ട്, നീഡ് ടു, ഓട്ട് ടു, ഡെയർ ടു. ഇതെല്ലാം ചേരുന്നതാണ് എന്ത്? ഈ ഓക്സിലറി വെബ്സ് എന്ന് പറയുക. ഈസ്, ആം, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, ഷാൽ, വുഡ്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ് ടു, ഓട്ട് ടു, ഡെയർ ടു. ഇതെല്ലാം ചേരുന്നതാണ് ഓക്സിലറി വെർബുകൾ എന്ന് പറയുക. അപ്പോൾ നോക്കൂ, ഇവിടെ എപ്പോഴും ഓർത്തിരിക്കണം, തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവിലായിരിക്കണം ചെയ്യേണ്ടത്. ക്യാൻ, ഇവിടെ നോക്കിക്കേ, യു ക്യാൻ സ്വിം പോസിറ്റീവാണ്, അതുകൊണ്ട് തന്നെ നെഗറ്റീവാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ക്യാൻ യു. അപ്പം നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി ആ തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് ഇവിടെ ക്യാൻ ആണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിലൊരു നോട്ട് കൂടി, അപ്പം കനോട്ട്, അതിന് ഷോർട്ട് ഫോമാണ് ക്യാൻറ്റ്. ക്യാൻറ്റ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ക്വസ്റ്റ്യൻ ടാഗ് ആക്കാൻ സാധിക്കും. റൂൾ നമ്പർ 5. If the main sentence is negative, the question tag must be positive. നമ്മൾ നേരത്തെ പഠിച്ചു, തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വേണം. ഇവിടെ നോക്കൂ, തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് നോക്കി, ഹി ക്യാൻ ഡ്രൈവ്, അവന് വണ്ടി ഓടിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അവന് വാഹനം ഓടിക്കാൻ കഴിയില്ല, അവൻ അറിയില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം നോക്കൂ, ഇവിടെ ഏതൊരു പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണോ? അല്ല. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ആയതെങ്കിൽ അവിടെ എങ്ങനെ പറഞ്ഞാൽ ഹി ക്യാൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അവൻ വണ്ടി ഓടിക്കാൻ അറിയാൻ അല്ലെങ്കിൽ കഴിയും. അപ്പോൾ ഇവിടെ കഴിയില്ലെന്നാണ്, അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ക്യാൻ ഹി. അവിടെ നോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സെൻറ്റൻസ് എപ്പോഴും നോക്കണം, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിലോ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. നോക്കൂ, ഹി ക്യാൻ ഡ്രൈവ്, ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ്? ക്യാൻ ഹി, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ്. യു ആർ ദി സ്റ്റുഡൻറ്റ്, നീ ഒരു കുട്ടി ആകുന്നില്ല അല്ലേ, നീ ഒരു കുട്ടിയാകുന്നു, നീ ഒരു കുട്ടിയാണോ എന്ന് ചോദിക്കുക. ദേ ഹാവിൻറ്റ് കം യെറ്റ്, ദേ ഹാവിൻറ്റ് കം യെറ്റ്, ഹൗ ദേ, വി ഷുഡൻറ്റ് ഇറ്റ് നൗ, ഷുഡ് വി. അപ്പോൾ നോക്കൂ, അവിടെ ഇൻറ്റ് ചേർക്കാതെ വേണം എന്ത് ചെയ്യാൻ? ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ. Rule number 6. The same auxiliary verb in the sentence should also be used in the question tag. അതായത് വാചകത്തിലെ ഓക്സിലറി വെർബ് എന്താണോ തന്നിരിക്കുന്നത് അത് തന്നെ എവിടെയും ഉപയോഗിക്കണം? ക്വസ്റ്റ്യൻ ടാഗിലും ഉപയോഗിക്കണം. എന്താണോ വാചകത്തിൽ ഓക്സിലറി വെർബ് തന്നിരിക്കുന്നത് അത് തന്നെ ക്വസ്റ്റ്യൻ ടാഗിലും ഉപയോഗിക്കുക. ഹി ക്യാൻ ഡാൻസ്,
അപ്പോൾ നോക്കൂ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് വന്നിരിക്കുക, ക്യാൻറ്റ്. അതാണ് അവിടുത്തെ ഓക്സിലറി വെർബ്. അപ്പോൾ അത് ആദ്യം എടുത്തു ക്യാൻ എന്നുള്ളത്, പിന്നെ അതിനോടുകൂടി നെഗറ്റീവ് ഫോമായിട്ടുള്ള നോട്ട് വന്നു. അപ്പം ക്യാൻ ഹി. അപ്പോൾ നമ്മളെ ചുറ്റിക്കാൻ വേണ്ടി ഇതുപോലെ ഹി ക്യാൻ ഡാൻസ് എന്നൊക്കെ തന്നിട്ട് ഒരു 4-5 ഓപ്ഷനൊക്കെ തന്നിട്ട് പല കാര്യങ്ങൾ ചോദിക്കും. ഈസിൻ്റെ എന്ന് വരും, അല്ലേ, കുഡിൻ്റെ എന്ന് വരും, അല്ലേ, പലതരത്തിലാണ് നമ്മളെ കറക്കി ചുറ്റുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ക്യാൻ ആണ് വന്നിരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഓക്സിലറി വെർബായിട്ട് വന്നിരിക്കുന്നതെങ്കിൽ അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ക്യാൻറ്റ് ഹി എന്നായിരിക്കും. അതുപോലെ ഷീ ഈസ് എ ടീച്ചർ. നോക്കൂ ഇവിടെ അവിടുത്തെ ഓക്സിലറി വെർബ് ഈസ് ആണ്. അപ്പോൾ നോക്കൂ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെ വന്നിരിക്കുന്നു, ഈസ് ഇൻ ഷീ. ദ സ്റ്റുഡൻസ് ആർ റെഡി. അവിടെ ആറാണ് ഓക്സിലറി വെർബ്. അതുകൊണ്ട് തന്നെ ആർ ഉപയോഗിച്ച് തന്നെ ഓക്സിലറി വെർബ് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു, ആർ ഇൻ ദി. ഷീ ഡസൻ നോ. അവിടെ നോക്കൂ ഓക്സിലറി വെർബ് ഏതാണ്, ഡസ് എന്നുള്ളതാണ്. അപ്പം നോക്കൂ അതൊരു നെഗറ്റീവാണ്, ഡസിൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവാണ്, ഡസ് ഷീ. അപ്പോൾ ഓർക്കൂ, എപ്പോഴും ഓർക്കണം, വാക്യത്തിൽ എന്താണോ ഓക്സിലറി വെർബ് തന്നിരിക്കുക അത് തന്നെ ക്വസ്റ്റ്യൻ ടാഗിലും ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ടാഗിലും വരിക. റൂൾ നമ്പർ 7. അപ്പോൾ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുക. ദ സെയിം ഓക്സിലറി വെർബ് ഇൻ ദി സെൻറ്റൻസ് ഷുഡ് ഓൾസോ ബി യൂസ്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ടാഗ്. നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അപ്പം സെയിം ആയിട്ടുള്ള ഓക്സിലറി വെർബ് എവിടെ ഉപയോഗിക്കണം, ക്വസ്റ്റ്യൻ ടാഗിലും ഉപയോഗിക്കണം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ എന്നാ ചെയ്യും? അതൊരു ചോദ്യമില്ല. അപ്പം നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ടാഗിൽ എന്തെടുത്ത് എഴുതും, അല്ലേ, ഒരു ചോദ്യമാണ്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവാണ് ഇവിടെ തരുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഓക്സിലറി വെർബ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെൻറ്റൻസിലെ മെയിൻ വെർബ് ഏതാണോ അതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഓക്സിലറി വെർബിനെ കണ്ടെത്തണം. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് ആണ് ഈ ഒരു സെഷനിൽ പറഞ്ഞു തരിക. നോക്കൂ ആദ്യത്തെ എക്സാമ്പിൾ നോക്കൂ, ഷീ കുക്സ് വെൽ. അപ്പോൾ ഷീ കുക്സ് വെൽ. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഓക്സിലറി വെർബൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് വെച്ചിട്ട് അവിടെ ചോദ്യം ഉണ്ടാക്കാൻ പറ്റും? പക്ഷേ അവിടെ ചോദ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലേ, ഡസ് ഇൻ ഷീ എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഡസ് കിട്ടിയത്? നോക്കൂ, പഴയ കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഓക്സിലറി വെർബ്സ് ചേർത്തായിരുന്നു പണ്ടൊക്കെ വാചകങ്ങൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കൂ ഇവിടെ ഡസ് പ്ലസ് കുക്ക് എന്ന് പറഞ്ഞാൽ അത് കുക്സ് എന്നാണ് അർത്ഥം. ഡസ് പ്ലസ് അവിടുത്തെ മെയിൻ വെർബ് ഏതാണ്, കുക്സ് ആണ്. കുക്സിനെ നമ്മളങ്ങ് മുറിക്കുകയാണ്. അപ്പം മുറിക്കുമ്പോൾ എന്ത് കിട്ടും, ഡസ് പ്ലസ് കുക്ക്. അപ്പം നോക്കൂ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹി, ഷീ, ഇറ്റ്. ഇനി ആരുടെയെങ്കിലും ഒരാളുടെ പേര്, ഇതൊക്കെ അതായത് സിംഗുലർ ആയിട്ടുള്ള പ്രൊനൗൺസ് ആണ് അവിടെ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അതിനോടൊപ്പം ഓക്സിലറി വെർബൊന്നും തന്നിട്ടില്ലെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ടത് ഏതാണ്, ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്. അപ്പോൾ ഇത് എപ്പോഴും ഓർത്തിരുന്നോ. അപ്പോൾ തന്നിരിക്കുന്ന വാചകത്തിൽ സിംഗുലർ ആണ്, അല്ലെങ്കിൽ വെർബ് എന്ന് പറയുന്നത് എന്താണ്, എസ് ചേർന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ, അവിടെ ഒരു സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റും ഉണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ഫോമിലുള്ള ഒരു വാചകമാണെങ്കിൽ നമ്മൾ എന്ത് ചേർത്താലും മതി, ഡസ് ചേർത്താലും മതി. അപ്പം നോക്കൂ, കുക്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, ഡസ് പ്ലസ് കുക്ക്. അപ്പം നമുക്ക് ചോദ്യം ഉണ്ടാക്കാനുള്ള ഓക്സിലറി കിട്ടി, ഡസ് ഇൻ ഷീ. രണ്ടാമത്തെ വാചകം നോക്കൂ, ദേ പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ അവിടെ പ്ലേ എന്നുള്ളത് നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഓക്സിലറി വെർബ് എടുക്കുക. അപ്പോൾ നമ്മൾ അതിൽ പ്ലേ എന്ന് പറയുന്ന മെയിൻ വെർബിനെ നമ്മൾ വിഭജിക്കുവാണ്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡു പ്ലസ് പ്ലേ. അപ്പോൾ നോക്കൂ അതിൻ്റെ ഒരു റീസൺ കൊടുത്തിട്ടുണ്ട്, ഐ, വി, യു, ദേ. ഇനി ഒരു ആരുടെയെങ്കിലും ഒരാളുടെ പേര് നോക്കൂ, ഇവിടെ നോക്കി, ടോം ആൻഡ് ജെറി. ടോം ആൻഡ് ജെറി നമുക്ക് ഒന്നിലധികം വ്യക്തികളുടെ പേരുകളൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതായത് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വരുമ്പോൾ അതിനോടൊപ്പം ചേരേണ്ട, ഇപ്പോൾ പ്രസൻറ്റ് ഫോമിലാണെങ്കിൽ മാത്രമാണ് കേട്ടോ, അപ്പോൾ ചേരേണ്ട ഓക്സിലറി വെർബ് എന്നുള്ളത് ഏതാണ്, ഡു ആയിരിക്കും. ഡു ആയിരിക്കും കേട്ടോ. അപ്പോൾ സിംഗുലർ ആണെങ്കിൽ ഡസും വരും, പ്ലൂറൽ ആണെങ്കിൽ ഡുവും വരും. അപ്പോൾ ഈ നമ്മൾ പലപ്പോഴും പ്ലൂറൽ കാറ്റഗറിയിലാണ് പെടുത്തുക. അപ്പോൾ ഡു ആണ് വരിക. നോക്കൂ അവിടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് വന്നിരിക്കുന്നത്, ഡു ദേ. അത് പ്ലേ എന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡു പ്ലസ് പ്ലേ എന്ന് നമ്മൾ എഴുതുന്നു. ഇനി നമുക്ക് പാസ്റ്റ് ഫോം കൂടെ നോക്കാം.
ജോർജ് ബ്രോക്ക് ദ ഗ്ലാസ്. ബ്രോക്ക്. അപ്പോൾ നോക്കൂ, അവിടുത്തെ മെയിൻ വെർബ് നോക്കൂ, ബ്രോക്ക് എന്നാണ് പറഞ്ഞത്. ഈ ബ്രോക്ക് എന്ന് പറയുന്ന, അതായത് നമ്മൾ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം പഠിക്കണം. അതായത് ഇറഗുലർ വെർബ്സ് നമ്മൾ പഠിച്ചാലേ ഇതിൻ്റെ പെട്ടെന്ന് നമുക്ക് വെർബ് കാണുമ്പോൾ ഇത് ഏത് V1 ആണോ V2 ആണോ V3 ആണോ എന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇവിടെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് നോക്കാം. ബ്രോക്ക് എന്ന് പറയുന്നത് വെർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ്, അതായത് V2 ഫോമാണ്. ഇപ്പോൾ ബ്രേക്ക് എന്നാണ് V1 ഫോം. ബ്രേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പാസ്റ്റ് ടെൻസിലുള്ള ഓക്സിലറി ഫോം, ഇവിടെ നമ്മൾ ഏതാണ് നമ്മൾ പഠിച്ച ഡു ഫോംസിൽ ഡൂവും ഡസും പ്രസൻറ്റ് ഫോം ആണെങ്കിൽ പാസ്റ്റ് ഫോമിൽ ഡിഡ് ആണ് വരിക. അപ്പോൾ ഡിഡ് പ്ലസ് ബ്രേക്ക്. ഡിഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടത് എപ്പോഴും വെർബിൻ്റെ ആദ്യത്തെ രൂപം ഉപയോഗിച്ചാൽ മതി. അപ്പം ബ്രേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വലിയ തിയറിയാണ് I, we, you, they, he, she, it. അതുപോലെ തന്നെ ടോം, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ, ടോം ആൻഡ് ജെറി, ഇങ്ങനെ ആരൊക്കെ വന്നാലും, സിംഗുലർ ആയിക്കോട്ടെ പ്ലൂറൽ ആയിക്കോട്ടെ, എന്തൊക്കെ വന്നാലും പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് എന്തായിരിക്കും? ഡിഡ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. പാസ്റ്റ് ടെൻസിൽ അവിടെ അല്ലെങ്കിൽ മെയിൻ വെർബായിട്ട് തന്നിരിക്കുന്ന ഒരു പാസ്റ്റ് ടെൻസിലുള്ള വെർബാണെങ്കിൽ അവിടെ മറ്റ് ഓക്സിലറി വെർബുകളൊന്നും തന്നിട്ടില്ലെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് ഡിഡ് ആയിരിക്കും. അതൊന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. ദേ ലൈക്ക് ദ മൂവി. ലൈക്ഡ് എന്നുള്ളതാണ് അവിടുത്തെ വെർബ്, മെയിൻ വെർബ്. ഇപ്പം ലൈക്ഡ് എങ്ങനെയാണോ അത് നമുക്കറിയാം, ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നു എന്നല്ല, ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ലൈക്ഡിനെ സ്പ്ലിറ്റ് ചെയ്തു, ഡിഡ് പ്ലസ് ലൈക്ക്. ഇപ്പം ദേ ആണോ നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു വേർതിരിവില്ല, സിംഗുലർ എന്നോ പ്ലൂരൽ എന്നോ ഉള്ളൊരു വ്യത്യാസമില്ല. I, we, you, they, he, she, it അല്ലെങ്കിൽ പേരുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തുപയോഗിക്കണം? അതിനുശേഷം V2 ഫോം വന്നാൽ നമ്മൾ എന്തുപയോഗിക്കണം? ഡിഡ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഓർത്തിരിക്കുക, ഓക്സിലറി വെർബ് തന്നിട്ടില്ലെങ്കിൽ ആ തന്നിരിക്കുന്ന വാചകം പാസ്റ്റ് ടെൻസിലുള്ള മെയിൻ വെർബോട് കൂടിയതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഡിഡ് ഉപയോഗിക്കണം. ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട 7 നിയമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് അഡീഷണൽ റൂൾസ് കൂടി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാർക്ക് ഇനി ഏത് തരത്തിലുള്ള ചോദ്യം വന്നാലും നമുക്ക് നേടാൻ സാധിക്കും. നോക്കൂ, ഇവിടെ these, those, few, a few, everybody, everyone, somebody, someone, anybody, anyone, nobody, no one, none, neither, either, each, some of them, all of them. ഈ വാക്കുകളൊക്കെ നിങ്ങൾ ആ വാചകത്തിൽ സബ്ജക്റ്റായിട്ട് കണ്ടാൽ, അതിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ടാൽ ഓർത്തോണം, നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് എന്നാ ഉണ്ടാക്കുമെന്നോർത്തൊന്നും പേടിക്കേണ്ട. ഓക്സിലറി വെർബിന് ശേഷം they അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി. THEY, they. ഈ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് പഠിക്കണം കേട്ടോ. ദീസ്, ദോസ്, ഫ്യൂ, എ ഫ്യൂ, എവരിബഡി, എവരിവൺ, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, no one, none, neither, either, each, some of them, all of them. ഈ വാക്കുകളൊക്കെ നിങ്ങൾ സബ്ജക്റ്റായിട്ട് കണ്ടാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഓക്സിലറി വെർബിന് ശേഷം they ഉപയോഗിക്കുക. നമുക്ക് കുറച്ച് വാചകങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു നോക്കാം. എവരിബഡി or everyone loves this place, don't they? Somebody has left their bag, haven't they? Nobody, no one found, did they? നോക്കൂ, ഇവിടെ nobody അല്ലെങ്കിൽ നോ വൺ എന്നൊക്കെ പറഞ്ഞാൽ ആരുമില്ല, അത് നെഗറ്റീവാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് അവിടെ പോസിറ്റീവ് ടാഗായിരിക്കും വരിക. അപ്പോൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലൈ ചെയ്തോണം. നമ്മൾ മുമ്പേ കണ്ടായിരുന്നു, ടെൻസ് ഫോം നോക്കിക്കോണം. അതുപോലെ ഓക്സിലറി വെർബ് ഏതാണോ അത് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കണം. ഏത് ടെൻസിലാണോ ആ വാചകം വന്നിരിക്കുന്നത് ആ ടെൻസ് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കണം. ഇനി തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം.
ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്തിരിക്കണം. നൺ ഓഫ് ദം അറൈവ്ഡ് ഡിഡ് ദേ. നൺ എന്ന് പറയുന്നത് അവിടെ നെഗറ്റീവാണ്. നൈദർ ഓഫ് ദം ലൈക്സ് ഇറ്റ് ഡു ദേ. അപ്പം നൈദർ എന്ന് പറയുമ്പോഴും അവിടെ നെഗറ്റീവ് ആയതുകൊണ്ടാണ് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് വന്നിരിക്കുന്നത്. ദെൻ ഐദർ ഓഫ് ദം ഈസ് ഫൈൻ ആർൻറ്റ് ദേ. ഈച്ച് ഓഫ് ദം പേയ്ഡ് ഡിഡ്ന്റ് ദേ. ഫ്യൂ പീപ്പിൾ അറ്റൻഡഡ് ദ മീറ്റിംഗ് ഡിഡ് ദേ. ഇനി ഫ്യൂ എന്ന് പറയുന്ന വാക്ക് നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഓർക്കുക അവിടെ പിന്നെ നമുക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് മതി. എ ഫ്യൂ ഫ്രണ്ട്സ് ആർ കമ്മിങ് ആർ ദേ. എ ഫ്യൂ എന്നുള്ളത് പോസിറ്റീവാണ്. നോക്കൂ, ഫ്യൂ എന്ന് പറയുന്നത് നെഗറ്റീവും എ ഫ്യൂ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ എന്താണോ വാചകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് അവിടെ ക്വസ്റ്റ്യൻ ടാഗും മാറ്റിക്കണം. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്, നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ. ദീസ് ആർ യുവേഴ്സ്. ദീസ് ആർ യുവേഴ്സ് ആർൻറ്റ് ദേ. ദോസ് ആർ നോട്ട് യുവേഴ്സ് ആർ ദേ. സം ഓഫ് ദം ആർ ലിവിങ് ആർൻറ്റ് ദേ. ഓൾ ഓഫ് ദം എൻജോയ്ഡ് ഇറ്റ് ഡിഡ്ന്റ് ദേ. നൺ ഓഫ് ദം ടോൾഡ് ദ ട്രൂത്ത് ഡിഡ് ദേ. അപ്പോൾ ഈ വാചകങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് നോക്കുക. പ്രധാനമായിട്ട് ഈ വാക്കുകൾ ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് പാർട്ടിൽ ഈ വാക്കുകളൊക്കെയാണ് വന്നിരിക്കുന്നതെങ്കിൽ ഓക്സിലറി വെർബിന് ശേഷം ക്വസ്റ്റ്യൻ ടാഗിൽ ദേ എന്ന് ഉപയോഗിച്ചാൽ മതി. അഡീഷണൽ റൂൾ 2. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഈ നിയമം എന്താണെന്ന് നോക്കാം. ദിസ്, ദാറ്റ്, ലിറ്റിൽ, എ ലിറ്റിൽ, ഇൻഫാൻറ്റ്, ചൈൽഡ്, സംതിങ്, എവരിത്തിങ്, എനിത്തിങ്, നത്തിങ്. ഇതൊക്കെയാണ് സബ്ജക്റ്റായിട്ട് സെൻറ്റൻസിൽ വരുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ അതൊന്നും റിപ്പീറ്റ് ചെയ്യേണ്ട, മറിച്ച് അവിടെ ഇറ്റ് എന്ന് ചേർക്കുക. ഇറ്റ് എന്ന് ചേർക്കുക. അപ്പോൾ ദിസ്, ദാറ്റ്, ലിറ്റിൽ, എ ലിറ്റിൽ, ഇൻഫാൻറ്റ്, ചൈൽഡ്, സംതിങ്, എവരിത്തിങ്, എനിത്തിങ്, നത്തിങ് ഒക്കെ വന്നാൽ, സബ്ജക്റ്റായിട്ട് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗിൽ ഓക്സിലറി വെർബിന് ശേഷം ഇറ്റ് എന്ന് ചേർത്താൽ മതി. ദിസ് ഈസ് യുവർ പെൻ, isn't it? This isn't working, is it? നോക്കൂ, ഈ രണ്ട് വാചകങ്ങളും നോക്കൂ. ദിസ് എന്നാണ് അവിടെ എന്താണ് സബ്ജക്റ്റ് പാർട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓക്സിലറി വെർബിന് ശേഷം നമ്മൾ ചേർക്കേണ്ടത് എന്താണ്? ദിസ് അല്ല, ഇറ്റാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അത് മാത്രമാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം വരിക. ബാക്കി മുൻപ് കണ്ട എല്ലാ റൂളും ഇവിടെ ബാധകമാണ്. അതായത് സെയിം ഓക്സിലറി വെർബ് തന്നെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ സെയിം ടെൻസ് ഫോം തന്നെ ഉപയോഗിക്കണം. അതുപോലെ നോക്കൂ, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് വേണം. സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗും വേണം. ബാക്കി എല്ലാ കാര്യങ്ങളും പഴയ പോലെ തന്നെയാണ്. ഇവിടെ വ്യത്യാസമുള്ളത് ഈ ദിസ്, ദാറ്റ്, ലിറ്റിൽ, എ ലിറ്റിൽ, ഇൻഫാൻറ്റ്, ചൈൽഡ്, സംതിങ്, എവരിത്തിങ്, എനിത്തിങ്, നത്തിങ്. ഇതൊക്കെ സബ്ജക്റ്റായിട്ട് വന്നാൽ എന്ത് ചെയ്യണം? ഓക്സിലറി വെർബിന് ശേഷം ക്വസ്റ്റ്യൻ ടാഗിൽ ഇറ്റ് എന്ന് ചേർത്താൽ മതി. ഇത് വീണ്ടും ആവർത്തിക്കണ്ട. Then, that was a mistake, wasn't it? Something is wrong, isn't it? Everything is ready, isn't it? Anything can happen, can't it? Nothing is ready, is it? Nothing was said, was it? ഈ നത്തിങ് എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം, അതെല്ലാം നെഗറ്റീവ് വേർഡുകളാണ്. അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വന്നിരിക്കുക. നത്തിങ് ക്യാൻ സ്റ്റോപ്പ് us, can't it? Little progress has been made, has it? നോക്കൂ, ഇവിടെ ലിറ്റിൽ എന്ന് പറയുന്ന വാക്ക്, അതായത് വിത്തൗട്ട് എ എന്നാണ്. അതായത് എ ഇല്ലാതെ ലിറ്റിൽ എന്ന് പറയുന്ന വാക്ക് വന്നാൽ വിച്ച് ഹാസ് എ നെഗറ്റീവ് മീനിങ് ആൻഡ് ഇറ്റ് ടേക്സ് എ പോസിറ്റീവ് ടാഗ്. നമ്മൾ മുൻപേ കണ്ടായിരുന്നു, എന്ത് കണ്ടായിരുന്നു? ഫ്യൂ, എ ഫ്യൂ. അതായത് ഫ്യൂ എന്നുള്ളത് എന്താണ്? നെഗറ്റീവ് വേർഡും എ ഫ്യൂ എന്നുള്ളത് ഒരു പോസിറ്റീവ് വേർഡുമാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ലിറ്റിൽ എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡും നെഗറ്റീവ് മീനിങ് ഉള്ള വേർഡും എന്താണ്? എ ലിറ്റിൽ എന്ന് പറയുന്നത് പോസിറ്റീവ് മീനിങ്ങിനുള്ള ഒരു വേർഡുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷനിലും ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. A little progress has been made, has it? A little progress has been made, hasn't it? കണ്ടോ, അവിടെ എ ലിറ്റിൽ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള മീനിങ് ഉള്ള വേർഡായതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് വേണം? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് വേണം. He knows a little English, doesn't he? A little has a positive meaning and it takes a negative tag. The child is crying, isn't it? The infant is sleeping, isn't it?
ദാറ്റ് ചൈൽഡ് ക്യാൻറ്റ് വാക്ക് ഇറ്റ്. ക്യാൻ ഇറ്റ്. അപ്പോൾ ചൈൽഡൊക്കെ വരുമ്പോൾ ഓർക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ എന്ത് ചേർത്താൽ മതി? ചൈൽഡ് എന്ന് ചേർക്കണ്ട, മറിച്ച് ഇറ്റ് എന്ന് ചേർക്കുക. അഡീഷണൽ റൂൾ നമ്പർ 3. ഇനി മൂന്നാമത്തെ നിയമം എന്താണ്? ദെയർ, THERE, ദെയർ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന കേസുകളിലൊക്കെ സെൻറ്റൻസിൽ ദെയർ വന്നാൽ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ടാഗിലും ദെയർ എന്ന് തന്നെ നമ്മൾ എഴുതണം, അല്ലെങ്കിൽ ചേർക്കണം. ദെയർ സബ്ജക്റ്റായി വരുന്ന സെൻറ്റൻസിൽ ദെയർ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്നത്. നോക്കൂ, ഉദാഹരണം നോക്കൂ. ദെയർ ഈസ് സം ഫുഡ് ലെഫ്റ്റ്. Isn't there? There wasn't a meeting yesterday. Was there? There are too many people here. Aren't there? There won't be any problems. Will there? നോക്കൂ, there ആണ് സബ്ജക്റ്റ് എങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ഓക്സിലറി വെർബിന് ശേഷം there തന്നെ ചേർക്കണം. അഡീഷണൽ റൂൾ നമ്പർ 4. 1 ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിലും എന്ത് തന്നെ, പ്രൊനൗൺ എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ഇപ്പോൾ നോക്കൂ, 1 സബ്ജക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ഓക്സിലറി വെർബിന് ശേഷം എന്ത് തന്നെ ചേർത്താൽ മതി? 1 തന്നെ ചേർത്താൽ മതി. 1 should always do one's best. Shouldn't one? 1 can't be too careful. Can one? 1 must finish the job. Mustn't one? 1 speaks English here. Doesn't one? കണ്ടോ, 1 സബ്ജക്റ്റ് ആയിട്ട് വരുന്ന കേസിൽ ക്വസ്റ്റ്യൻ ടാഗിലും ഓക്സിലറി വെർബിന് ശേഷം പ്രൊനൗൺ എന്ത് തന്നെ ആയാൽ മതി? 1 തന്നെ ആയാലും മതി. അഡീഷണൽ റൂൾ നമ്പർ 5. ലെറ്റസ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഷോർട്ട് ഫോം ലെറ്റ്സ് എന്ന് പറയും, അല്ലേ? അപ്പോൾ ലെറ്റസിൽ തുടങ്ങുന്ന സെൻറ്റൻസിൻ്റെ ടാഗ് സാധാരണഗതിയിൽ എന്തായിരിക്കും? ഷാൽ ബി ആയിരിക്കും. അത് ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ് ചേർത്തിട്ടാണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഷാൽ ബി എന്നായിരിക്കും. അത് നല്ല ശ്രദ്ധയോടെ പഠിക്കേണ്ട കാര്യമാണ്. കാരണം ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഈ ലെറ്റ്സ് ചേർത്ത് വരാറുണ്ട്. അപ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയായിരിക്കും? ഷാൽ ബി എന്നുള്ളതായിരിക്കും. അപ്പോൾ അത് പ്രത്യേകിച്ചും ഒന്ന് ഓർത്തിരിക്കുക. ലെറ്റ്സ് ഗോ, ഷാൽ ബി. ലെറ്റ്സ് ഹാവ് എ പിക്നിക്, ഷാൽ ബി. Let's go surfing, shall we? Let's start the meeting, shall we? Let's take a break, shall we? അപ്പോൾ ലെറ്റ്സ് ചേർത്ത് വരുന്ന സബ്ജക്റ്റ് ആണ്, അവിടെ സബ്ജക്റ്റ് പാർട്ട് ലെറ്റ്സ് ആണ് ചേർത്താണ് വരുന്നതെങ്കിൽ ഓക്സിലറി വെർബ് എന്ന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? ലെറ്റ്സ് ആണെങ്കിൽ ഷാൽ ബി ആയിരിക്കും. അവിടെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്സിലറി വെർബ് ഒന്നും തപ്പിപ്പോകുന്ന നോക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ്സ് ആണെങ്കിൽ ഷാൽ ബി എന്നായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ്. അഡീഷണൽ റൂൾ നമ്പർ 6. ലെറ്റ് മീയിൽ തുടങ്ങുന്ന സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വിൽ യു എന്നായിരിക്കും. ലെറ്റ് മീ ചേർത്താണ് അതിൻ്റെ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ലെറ്റ് മീ എന്നാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്തോണം? ക്വസ്റ്റ്യൻ ടാഗിൽ നമ്മൾ വിൽ യു എന്ന് ചേർത്താണ്. നോക്കൂ, എക്സാമ്പിൾ നോക്കൂ. ലെറ്റ് മീ സീ, വിൽ യു? Let me go to the temple, will you? Let me handle this, will you? Don't let me make a fool of myself, will you? അപ്പം ലെറ്റ് മീ ചേർത്താണ് വരുന്നതെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് ഉപയോഗിച്ചോണം? വിൽ യു ഉപയോഗിക്കണം. അഡീഷണൽ റൂൾ നമ്പർ 7. നോക്കൂ, ഇവിടെ നമ്മുടെ ഈ ഒരു അഡീഷണൽ റൂൾസിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് നമ്മളായി. ഇവിടെ നമ്മൾ നോക്കുന്നത് ആം ചേർത്ത് ഈസ്, ആം, ആർ, അതിലെ ആം അത് വരുന്ന ഭാഗങ്ങളിൽ എന്താണ് ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്ന വ്യത്യാസം, അതാണ് നോക്കുക. ആം മെയിൻ വെർബായി വരുന്ന പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആറിൻറ്റ് ഐ എന്നായിരിക്കും. അപ്പോൾ ആം ആണ് അവിടുത്തെ മെയിൻ വെർബ് ആ വാചകത്തിൽ. ആ വാചകം ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആറിൻറ്റ് ഐ എന്നായിരിക്കും. നോക്കിക്കേ, ഐ ആം ദ ഫാസ്റ്റസ്റ്റ്, ഞാനാണ് ഏറ്റവും സ്പീഡ് കൂടിയാണ്. അപ്പം അത് നിന്ന് ചോദിക്കണമെങ്കിൽ, ഞാനല്ലേ എന്നൊന്നും ചോദിക്കണമെങ്കിൽ ആമിൻറ്റ് ഐ എന്നല്ല നമുക്ക് പറയേണ്ടത്. എങ്ങനെയാണ് പറയേണ്ടത്? ആറിൻറ്റ് ഐ, ആറിൻറ്റ് ഐ. ഒരിക്കലും നമ്മൾ ആമിൻറ്റ് ഐ എന്ന് എഴുതരുത്, ആറിൻറ്റ് ഐ എന്ന് തന്നെ എഴുതണം. ഐ എം റൈറ്റ്,
ആറിഞ്ച് ഐ, ആറിഞ്ച് ഐ. അപ്പോൾ എപ്പോഴും ഓർത്തോണം, ആമിൻ്റെ ഐ എന്നൊരു പ്രയോഗമില്ല. നേരെ മറിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആറിഞ്ച് ഐ എന്ന് എഴുതിക്കോണം. അപ്പോൾ ഐ ആം എന്നാണെങ്കിൽ ആറിഞ്ച് ഐ. ഇനി എന്നാൽ ഐ ആം നോട്ട് എന്ന് വന്നാൽ എന്ത് ചെയ്യും? അതായത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അവിടെ ആം നോട്ട് എന്നാണ് വന്നിരിക്കുന്നെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിൽ ആറിൻ്റെ ഐ എന്നല്ല, അല്ലെങ്കിൽ ആർ ഐ എന്നല്ല വരേണ്ടത്. എങ്ങനെയാണ്? ആമൈ എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, അവിടെ ആം ഉണ്ടെങ്കിൽ അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് ആറിൻ്റെ എന്നായിരിക്കും, ആമിൻ്റെ എന്ന് പറയാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആറിൻ്റെ എന്നായിരിക്കും. ഇനി തന്നിരിക്കുന്ന വാചകത്തിൽ ആം നോട്ട് എന്നാണ്, അതായത് നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത്, ആം നോട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയായിരിക്കും? ആം ഐ എന്ന് ആയിരിക്കും. നോക്കൂ എക്സാമ്പിൾ, ഐ ആം നോട്ട് എ ബിസിനസ് മാൻ. ഒരു നെഗറ്റീവ് വാചകമാണ് അല്ലേ, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഐ ആം നോട്ടിനെ നമുക്ക് എങ്ങനെ പറയാം? അമൈ. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും നന്നായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കണ്ട് പഠിക്കുക. എല്ലാവർക്കും മത്സര പരീക്ഷകൾ നല്ല വിജയം കിട്ടട്ടെ. ഒരു മാർക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും അടുത്ത മത്സര പരീക്ഷയിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര നേരം കണ്ടതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനി മുന്നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് നിങ്ങൾ സഹകരിക്കുമല്ലോ.